ഓട്ടോ എക്സ്പോ 2022 ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഹാരിയർ EV ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാരിയർ അതുപോലെ തന്നെ സഫാരിയുടെ EVയും വരും എന്നുള്ളത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേറ EVനെയാണ് അവർ അവതരിപ്പിച്ചത്, അതേപോലെ തന്നെ ഹാരിയർ EVനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ റെഡി മോഡലാണ്. അതായത് കോൺസെപ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട് എന്നാൽ പ്രൊഡക്ഷൻ ലൈനപ്പിലേക്ക് എത്തിയിട്ടുള്ള അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു മോഡലാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില മോഡലുകൾ പ്രൊഡക്ഷൻ റെഡി മോഡൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് പറയാം. ഏകദേശം 400 കിലോമീറ്റർ കൂടുതൽ റേഞ്ച് ഈ ഒരു SUV, അതായത് ഒരു ഇലക്ട്രിക് SUV എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു 30 ലക്ഷം രൂപയോളം ഒക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് എന്നുള്ളതും കൂടി നമ്മൾ ഗസ് ചെയ്യുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശ ധാരണ മാത്രമാണ്. വ്യക്തമായിട്ടുള്ള സാധനങ്ങളൊന്നും ടാറ്റ മോട്ടോഴ്സ് അനൗൺസ് ചെയ്തില്ല. അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ നെക്സോണിനേക്കാളും ബിഗർ ബാറ്ററി ഇതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നൈസല്ല സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഫ്രണ്ടിൽ ഇവിടെ നമുക്കൊരു DRL യൂണിറ്റ് കാണാം, പരസ്പരം കണക്റ്റഡ് ആയിട്ട് അതിങ്ങനെ ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യുന്ന പോലെ തോന്നി. ആ തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. അതുപോലെ തന്നെ ക്ലോസർ ആയിട്ട് ഗ്രില്ലും ഭാഗങ്ങളൊക്കെ കാണാം. ഒരു ഇലുമിനേറ്റിംഗ് ടാറ്റ ലോഗോ കാണാം. 100% ഇത് ഇവിടെ മാറാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിലുള്ള ടാറ്റയുടെ ലോഗോ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. Harrier.ev ശരിക്കും ടിയാഗോ വന്നതിന് ശേഷം Tiago.ev, Harrier.ev, Safari.ev, Altroz.ev വരുമായിരിക്കും അല്ലേ? വരട്ടെ. ഓക്കെ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കണ്ടംപററി സ്റ്റൈൽ ഓഫ് ഡിസൈൻസ്, ഒരു വെർട്ടിക്കൽ സാധനങ്ങളൊക്കെ കൊടുത്തൊരു ഗ്രില്ല് ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു സില്ലും ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. നൈസ്. ഫ്രണ്ട് വൈസ് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു നമ്മുടെ ഹാരിയർ എന്ന് പറയാമല്ലോ, ആ തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. ചെറിയ ചെറിയ ഇലക്ട്രിക് വ്യത്യാസങ്ങൾ. ഇനി ഒന്നും ഈ ക്രോമിയം ഫിനിഷിങ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ സ്വാഭാവികമായിട്ടും ഒരു ഇലക്ട്രിക് കളർ വരാൻ സാധ്യതയുണ്ട്, വരുമായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഈ ഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചുള്ളത്. ഒരു C ടൈപ്പ് ആയിട്ട് ക്രമീകരിച്ചു. 19 ഇഞ്ച് അലോയ് വീൽ കാണാം. ഡ്രാഗ് കോയിഫിഷ്യൻ്റെ ഭാഗമായിട്ട് ക്ലോസർ ആയിട്ടുള്ള തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ നല്ല രസമുള്ള ഒരു ഫ്ലവർ പോലെ. അതുപോലെ തന്നെ .ev എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ കഴിയും. സൈഡ് വ്യൂ മിറർ, ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു 360 ഡിഗ്രി ക്യാമറ സപ്പോർട്ട് വരുന്നു എന്നുള്ളതാണ്. മറ്റൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡോർ തുറക്കൽ എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ ഇവിടെ കാണിക്കാം. ഈ ഡോർ ക്ലോസറാണ്. ഇവിടെ ടച്ച് ടു ഓപ്പൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം ഓപ്പൺ ആയിട്ട് വരും. അതേ ഡോർ ഓപ്പൺ ആയിട്ട് വരും. കണ്ടോ? നൈസ്. വേറൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചെന്താ പറയുക, ഞാൻ ടച്ച് ചെയ്തു ആണോ, ഒന്നും കൂടി തള്ളി തരുന്നുണ്ട് ഡോർ ഓട്ടോമാറ്റിക്കലായിട്ട്. ഇതാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ഇത് എത്ര സമയം കൊണ്ട് ചാർജ് ആവും, അതുപോലെ തന്നെ എത്ര kWh ബാറ്ററി വരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ടാറ്റ മോട്ടോഴ്സ് ഔദ്യോഗികമായിട്ട് ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. അനൗൺസ് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ലുക്ക് വൈസ് സൈഡ് വീലും നമുക്ക് ഏകദേശം ഒരു ഹാരിയറിനോട് സമാനമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് പ്രൊഫൈലിൽ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ Harrier.ev എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് അതോടെ വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ആ .ev എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. റിയർ വൈപ്പർ യൂണിറ്റ്, അതുപോലെ തന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, പുലികളും കുട്ടികളും അതൊക്കെ ടാറ്റയിൽ കാണുന്ന ആ ഒരു മൃഗത്തിൻ്റെ സംഭവങ്ങൾ അതൊക്കെ അതേപോലെ തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, റിയർ സ്പോയിലർ, അതുപോലെ തന്നെ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റീന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമുക്കവിടെ കാണാം. ബോട്ട് ഇപ്പം തൽക്കാലം ഓപ്പൺ ആക്കാൻ പറ്റുന്ന തരത്തിലല്ല ക്രമീകരിച്ചുള്ളത്. അറിയാലോ, ഒരു പ്രൊഡക്ഷൻ റെഡി മോഡൽ എന്നുള്ള രൂപത്തിലാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻ യൂണിറ്റ് പോലത്തെ ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. സ്റ്റോപ്പ് ലാമ്പ് ഉണ്ടോ? നൈസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അകത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അകത്തേക്ക് കയറി നോക്കാം. അകത്തെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സ്പോൺസറെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇൻവോൾവ്ഡിൻ്റെ എയർ പെർഫ്യൂം. നിങ്ങൾ ഉപയോഗിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ സിട്രസ് എന്ന് പറയുന്ന ഫ്രാഗ്രൻ്റ് ആണ്. നല്ല രസകരമായിട്ടുള്ളൊരു സ്മെല്ലാണ്. നൈസ്, ഒരു ഫ്ലഷി സ്മെൽ, ഒരു ലൈക്ക് എ ഫ്ലവർ ഒക്കെ പറയുന്ന പോലെ ആ തരത്തിലുള്ളൊരു സ്മെല്ലാണ്. എല്ലാവരും ഉപയോഗിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഒരു 300 രൂപയാണ്, 3 മാസക്കാലയളവ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ വാങ്ങി നോക്കി കഴിഞ്ഞാലും അതൊരു തെറ്റല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഉപയോഗിക്കാത്ത ആളുകൾ ഉപയോഗിച്ച് നോക്കുക. വാങ്ങിയ ആളുകൾ വീണ്ടും വാങ്ങുക. ലിങ്കോ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്കൗണ്ടും കിട്ടും എന്നാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഇനി നമുക്ക് നോക്കാനുള്ള അകത്തെ വിശേഷങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ റെഡി മോഡൽ ആയതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറി എന്ന് കാണാനുള്ള അവസരങ്ങളൊന്നുമില്ല. അവിടെയും ഇവിടെയൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റുകൾ ധാരാളം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ തന്നെ ലെതററ്റ് സീറ്റുകളാണ് വരുന്നത്, വെന്റിലേറ്റഡ് ആണ്. അപ്പോൾ അതാണ് ഇന്റീരിയറിന്റെ കാഴ്ചകൾ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുള്ളി ഒരു ഡിജിറ്റൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ആസ് യൂഷ്വൽ ആംബ്രസ്റ്റ് കാര്യങ്ങൾ, ബാക്കിൽ AC വെന്റുകളും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ചൊരു വിസിബിലിറ്റി പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പാനോറമിക് സൺറൂഫ്, വയർലെസ് ചാർജിംഗ് പോർട്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 30 ലക്ഷം രൂപയോളൊക്കെ ആയിരിക്കും ഇതിൻ്റെ എക്സ്ഷോറൂം അല്ലെങ്കിൽ ഒരു ഓൺ റോഡ് പ്രൈസ് ആ ഒരു റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റാളിൽ നിന്ന് Harrier EVയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.